ഞാനും ഡാനിയുടെ ഒപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ വേറെ എവിടെയല്ല നമ്മളെ തൊട്ടടുത്തുള്ള തെങ്കാശിയിലോട്ടാണ്. ഈ തെങ്കാശി പോലുള്ള പ്ലാൻ തന്നെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് തെങ്കാശിയിലോട്ട് എത്ര ദൂരം ഉണ്ടോ നമ്മൾ അടിച്ചു നോക്കിയതുള്ളൂ കേട്ടോ. വേറെ 80 കിലോമീറ്റർ ഒന്ന് കണ്ടോണ്ടേ നമ്മൾ പെട്ടിയും കിടക്കുകയെല്ലാം എടുത്തോണ്ട് ഞാനും ഡാനിയും നേരെ തെങ്കാശി ലക്ഷ്യമാക്കി വണ്ടി എടുത്തോണ്ട് വെളുപ്പിനെ ഇറങ്ങി കേട്ടോ. എന്നിട്ട് വെളുപ്പിന് ഒരു 6-6:30 ഇപ്പം നമ്മൾ തെങ്കാശി എത്തിയില്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടോ. തമിഴ്നാട്ടിൽ എത്തിയിട്ട് കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ തന്നെ അങ്ങനെ നമ്മൾ തെങ്കാശി എത്തിയിട്ട് എങ്ങോട്ട് പോകണം നമുക്ക് 2 പേർക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ ഒരു ക്ഷേത്രം കണ്ടിട്ട് പിന്നെ നമ്മൾ 2 പേരും കൂടെ നേരെ ക്ഷേത്രത്തിലോട്ട് കയറിയിട്ട് ശേഷം സെക്യൂരിറ്റി പറഞ്ഞ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തുവിടുന്നു. അതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു മുട്ടായി കട ഉണ്ടായിരുന്നു. അവിടെ ഇല്ലാത്ത ഒരു ഐറ്റംസും ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് 2 ലഡുവും വാങ്ങിച്ച് പിന്നെ അമ്പലത്തിലെ മെയിൻ ആയിട്ടുള്ള പ്രസാദവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ലഡു എടുത്ത് അങ്ങോട്ട് കഴിച്ചിട്ട് എനിക്ക് വലിയ ക്ഷമയൊന്നും ഇല്ലായിരുന്നു. സംഭവം ലഡു ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലഡുവും കഴിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയിട്ടാ ഫുഡ് കഴിക്കാനായിട്ട്. 2 കൂടെ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്തിന്റെ പേരൊന്നും നമുക്ക് അറിഞ്ഞോ. പക്ഷെ അവിടെ ഒരു രക്ഷയുടെ വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ടിൽ വയലും ബാക്കിൽ ഒരു പാറയിൽ ഫുള്ള് എല്ലാ നടന്മാരെ ഫോട്ടോയും ഉണ്ട്. രജനീകാന്തിന്റെയും കമലഹാസന്റെയും എല്ലാവരും ഫോട്ടോയും ഉണ്ട്. ഈ കഴിക്കുന്ന ഫുഡ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ വേറെ എവിടെ നിന്നല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ ലാഭിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ വയലിലോട്ട് ഇറങ്ങിയപ്പം കർഷക അവിടെ നിന്ന് ഉഴുന്ന് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നതിന് ശേഷം നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്.